CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ CPIക്ക് വിമർശനം. CPMന്റെ തണലിൽ വളരുകയും പ്രതിസന്ധി ഘട്ടത്തിൽ CPMനെ തള്ളിപ്പറയുകയും ചെയ്യുന്നുവെന്ന് പ്രതിനിധികൾ. CPI മന്ത്രിമാരുടെ വകുപ്പുകളുടെ പ്രവർത്തന വൈകല്യത്തിന്റെ പേരിൽ സർക്കാർ പഴി കേൾക്കുന്നുവെന്നും വിമർശനം. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, CPIയെ കൂടി പ്രതി പട്ടികയിലേക്ക് അല്ലെങ്കിൽ കുറ്റാരോപണത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവരികയാണ് CPM ജില്ലാ സമ്മേളനം. എന്തെല്ലാം വിമർശനങ്ങളാണ് അവിടെ ഉണ്ടായത്? നീലിമ, CPMന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാട് നടക്കുകയാണ്. ഇന്ന് രണ്ടാം ദിവസമാണ്. പ്രതിനിധി സമ്മേളനത്തിലാണ് പ്രതിനിധികൾ ഇത്തരത്തിൽ CPIക്കെതിരെയും CPI മന്ത്രിമാർക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചത്. CPMന്റെ തണലിൽ വളരുകയും പ്രതിസന്ധി ഘട്ടത്തിൽ CPMനെ തള്ളിപ്പറയുകയുമാണ് CPI ചെയ്യുന്നത്. ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള CPI വകുപ്പുകളുടെ പ്രവർത്തന വൈകല്യത്തിന്റെ പേരിൽ സർക്കാരിനാകെ പഴി കേൾക്കേണ്ടി വരുന്നു എന്നും പ്രതിനിധികൾ വിമർശിച്ചു. മാത്രമല്ല, മാധ്യമങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പ്രതിഭ MLA. നമുക്കറിയാം, ഈ അടുത്തിടെ പ്രതിഭയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമങ്ങൾ കള്ളവാർത്ത നൽകി എന്നൊക്കെ അവർക്ക് ആരോപണം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടവർ പലതവണ ഫേസ്ബുക്ക് ലൈവിലൂടെയും മറ്റും മാധ്യമങ്ങളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. അങ്ങനെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിക്കുന്നു. ചില മാധ്യമങ്ങൾക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ട് വാർത്ത കൊടുക്കുന്ന കാര്യത്തിൽ, കള്ളവാർത്തകൾ കൊടുക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ പ്രതിഭ പ്രതിനിധി യോഗത്തിൽ പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് പിന്നീട് സംസാരിച്ച സമയത്തൊക്കെ മുഖ്യമന്ത്രിയെയും സജി ചെറിയാനെയൊക്കെ പ്രതിനിധികൾ വാനോളം പുകഴ്ത്തുകയാണ് ഉണ്ടായത്. കാരണം ഈ 3 ദിവസം, അതായത് ഇന്നലെയും ഇന്നും നാളെയും 3 ദിവസമായി നടക്കുന്ന സമ്മേളനത്തിൽ മുഴുവൻ സമയ സാന്നിധ്യം മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയുടെയും സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൽപ്പെട്ട മണ്ഡലമാണ് ഹരിപ്പാട്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉയരാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആവണം മുഖ്യമന്ത്രി മുഴുവൻ സമയവും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന് പല സ്ഥലത്തു നിന്നും ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി 3 ദിവസവും പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം അക്കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസുകളും ഒന്നും തന്നെ പ്രതിനിധികൾ ഉന്നയിക്കാനായി തയ്യാറായില്ല. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആരോപണങ്ങളുടെ ഒരു മൂർച്ച കുറയ്ക്കാനെന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം 3 ദിവസവും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ കുട്ടനാട് MLA തോമസ് കെ തോമസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നലെയും ഇന്നുമൊക്കെ പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. കുട്ടനാട്ടിൽ നിന്നുള്ള പ്രതിനിധികൾ തന്നെയാണ്, സമ്മേളന പ്രതിനിധികളാണ് തോമസ് കെ തോമസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു ഗുണവുമില്ലാത്ത MLA ആണ്. തോമസ് കെ തോമസിനെ ഒരു കാരണവശാലും മന്ത്രിയാക്കരുത് എന്നാണ് അവിടുത്തെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, കുട്ടനാട് സീറ്റ് NCPയെ പോലെ പ്രാധാന്യമില്ലാത്ത ഒരു പാർട്ടിക്ക് കൊടുക്കരുത്. കുട്ടനാട് സീറ്റ് CPM തന്നെ ഏറ്റെടുക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെടുകയാണ്. കുട്ടനാട് MLA പൂർണ്ണ പരാജയമാണ് എന്നാണ് പ്രതിനിധികൾ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഇരുന്ന ആ ഒരു പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞത്. എന്തായാലും ഇന്നലെ നടന്ന ചർച്ചയിലും ഇന്നുമൊക്കെ തോമസ് കെ തോമസിനെതിരെ വലിയ രൂക്ഷ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് കുറെ നാളുകളായി ആ ഒരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് CPM ജില്ലാ സമ്മേളനത്തിൽ CPIക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിനിധികൾ. നിഷയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.